പുലർച്ചെ ഉണർന്ന് പാടത്തിറങ്ങിയപ്പോഴാണ് മാസങ്ങളുടെ അധ്വാനം നിലംപരിശായത് കർഷകർ അറിയുന്നത്. കാടിറങ്ങുന്ന കരിവീരന്മാരെ ഭയന്ന് സ്ഥാപിച്ച വൈദ്യുതി വേലിയും മറികടന്നാണ് വരവ്. ഒടുവിൽ ഇന്നലെ കൈതച്ചക്കത്തോട്ടത്തിലെത്തിയത് 7 കാട്ടാനകൾ. തൊട്ടുതലേന്നാൾ 13 കൊമ്പന്മാർ. സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് ദുരവസ്ഥ. വനത്തിൽ ആനകളുടെ എണ്ണം കൂടുതലായിട്ടുണ്ടെങ്കിൽ ആനകളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അവരെ യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യുന്ന വഴി ആനകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. വെറുതെ സാധാരണക്കാരായ കർഷകർ കൃഷിയെടുത്തിട്ട് അവർക്കൊരു 10 പൈസയുടെ പ്രതിഫലം കിട്ടാതെ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയാണ് ഭരണകൂടം പ്രവർത്തിക്കുന്നതെന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഭൂതത്താൻ കെട്ട് കോട്ടപ്പാറ വനമേഖലകളിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത്. കാട്ടാന ശല്യം പതിവായിട്ടും വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നും ജനങ്ങൾ പരാതിപ്പെടുന്നു. മുൻകാലത്ത് 1-2 തവണയെ വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോൾ ഇത് നിരന്തരം 2-3 ദിവസമായിട്ട് റെഗുലറായിട്ട് വന്ന് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.